ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടു. ഈവൻ്റ്, കല്യാണം, പ്രോഗ്രാമുകളിൽ ഫ്രഷ് ജ്യൂസ് അടിക്കുന്നതും അത് കുടിക്കാൻ പറ്റില്ല, ഒറ്റ ബക്കറ്റിൽ അതേ ഒറ്റതിലാണ് ക്ലാസ് കഴുകുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് കണ്ടു. സത്യത്തിൽ എല്ലാ ജ്യൂസും ഉണ്ടാക്കി ക്ലാസ് കഴുകുന്നത് ഇങ്ങനെയാണോ? അങ്ങനത്തെ ഒരു വീഡിയോ അവന് ചെയ്ത വീഡിയോ ചിലപ്പോൾ അങ്ങനെയുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഒന്നും കാണാതെ അവൻ വീഡിയോ ചെയ്തേക്കണം. ഈ വീഡിയോയിൽ കാണാം 3 ബക്കറ്റുകളാണ് കാണുന്നത്. പുറത്ത് ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട് ഇടയ്ക്ക്. ആ നിറച്ചു വെച്ച 2 വലിയ ബോക്സുകളിൽ നിന്നും വെള്ളം ഒഴിവാക്കി അതിലേക്ക് പാരുകയാണ്. എന്നിട്ട് ആദ്യം ചെറിയ ഒരു ബക്കറ്റ് ഗ്ലാസ് കഴുകുന്നു, പിന്നീട് വേറൊരു തൊട്ടടുത്ത 2 ബക്കറ്റുകളിൽ അതിൽ 2ലും കഴുകിയിട്ടാണ് ഗ്ലാസ് എടുത്തു വെക്കുന്നത്. ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നിന്നതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല വൃത്തിയോടും നല്ല സൂക്ഷ്മതയോടും മാത്രമാണ് അവിടെ കഴുകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ആരെങ്കിലും ജ്യൂസ് കുടിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണോ കഴുകുന്നത്, എത്ര നല്ല വൃത്തിയിലാണ് കഴുകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഈ തൊട്ടടുത്ത് ഒരു കല്യാണത്തിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്തപ്പോൾ എൻ്റെ ആ വീഡിയോ ഒന്ന് ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും. കാരണം ആ വീഡിയോ കണ്ടതിന് ശേഷം പല ആളുകളും ജ്യൂസ് കുടിക്കാതെ നിന്നിട്ടുണ്ടാവും. ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ജ്യൂസ് കുടിച്ചോളൂ. എല്ലാവരും അതുപോലെ തന്നെയല്ല ചെയ്യുന്നത്. ഓക്കെ.